മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവിശ്വമിശിഹാ പരിശുദ്ധ സുവിശേഷം 11-ാം അധ്യായം 28-ാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം. സെയിന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 11 വേഴ്സ് 28. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഒരിക്കൽ വചനപ്രഘോഷണത്തിന് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന സേവനങ്ങൾ ചെയ്യുകയെന്ന് ഒരു വികാരിയച്ഛൻ കുട്ടികളോട് പറഞ്ഞു. ദൈവവചനങ്ങൾ എഴുതിയ പോസ്റ്ററുകളും ബോർഡുകളും മറ്റും നാൽക്കവലയിലും അതുപോലെ ജനങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥലങ്ങളിലും വയ്ക്കുകയാണെങ്കിൽ അത് ജനഹൃദയത്തിൽ പെട്ടെന്ന് ചലനം സൃഷ്ടിക്കാം. വികാരിയച്ഛന് വചനപ്രഘോഷണത്തിനുള്ള മാർഗം പറഞ്ഞുകൊടുത്തു. സൺഡേ സ്കൂളിന്റെ മീറ്റിംഗിൽ വെച്ചായിരുന്നു അച്ഛൻ പ്രകാരം പറഞ്ഞത്. വികാരിയച്ഛന്റെ വാക്കുകൾ നടപ്പിലാക്കണമല്ലോ. കുട്ടികൾ പരിശ്രമിച്ചു തുടങ്ങി. അതിന്റെ ഫലമറിയാൻ വികാരിച്ചു ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും സമ്മേളനം കൂടി. അപ്പോൾ 2 കുട്ടികൾ വന്ന് പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ ചന്തക്കവലയിൽ ഇപ്രകാരം എഴുതി വെച്ചു: ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ നിനക്കെന്ത് പ്രയോജനമെന്ന്. ആ പോസ്റ്റർ ആരോ നിഷ്കരുണം കീറിക്കളഞ്ഞു. അപ്പോൾ അവസാനത്തെ 2 അക്ഷരം മാത്രം അവിടെയുണ്ട്, ജനം എന്നുള്ളത്. അച്ഛൻ അവരെ ആശ്വസിപ്പിച്ചു. വേറെ 2 കുട്ടികൾ വന്ന് പറഞ്ഞു, അച്ഛാ, ഞങ്ങളൊരു കോളേജിന്റെ മതിലിൽ ഇപ്രകാരം എഴുതി വെച്ചു: നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന്. കോളേജ് വിദ്യാർത്ഥികളിൽ ആരോ അത് തിരുത്തി അയൽക്കാരൻ എന്നുള്ളത് അയൽക്കാരിയാക്കി. കുട്ടികൾ ഒന്നടങ്കം പൊട്ടിച്ചിരിച്ചു. അച്ഛൻ അവരെ ആശ്വസിപ്പിച്ചു വിട്ടു. വേറെ 2 പേർ വന്ന് പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ തൊഴിലാളികളുടെ വിശ്രമ സ്ഥലത്ത് ഇങ്ങനെ എഴുതി വെച്ചു: അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന്. പക്ഷേ കുടിയന്മാർ ആരോ അതെടുത്തുകൊണ്ടുപോയി മദ്യഷാപ്പിന്റെ മുന്നിൽ പതിപ്പിച്ചു. ഇപ്പോൾ കുടിയന്മാർ മാത്രം ആ വാചകം കാണാപ്പാഠം പഠിച്ചു. ഇനി ഇതുപോലുള്ള വചനങ്ങൾ ഉണ്ടോ എന്നാണ് അവരുടെ ചോദ്യം. കുട്ടികൾ പറഞ്ഞത് കേട്ട് വികാരിയച്ഛൻ മാത്രം ചിരിച്ചില്ല. കാർഡിനൽ ജോൺ ഹെൻറി ന്യൂമാൻ പറയുന്നുണ്ട്, ദിവസവും ബൈബിൾ വായിക്കാത്ത മനുഷ്യരോട് എനിക്ക് ദുഃഖം തോന്നുന്നു. അതിൽ നിന്നും കിട്ടേണ്ട ശക്തിയും ആനന്ദവും അവരെന്തുകൊണ്ട് തള്ളിക്കളയുന്നു എന്നോർത്ത് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അതെ, അധ്വാനിക്കുന്നവന്, ഭാരപ്പെടുന്നവന്, മാനസിക സംഘർഷമുള്ളവർക്ക് എല്ലാം അഭയമായി നിൽക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. ആ വചനം എന്നിൽ നിന്ന് സ്വീകരിക്കുവാൻ കടന്നു വരൂ എന്നാണ് ഈശോ ആഹ്വാനം ചെയ്യുന്നത്. ആ വചനത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ആ ആശ്വാസ ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.